പാട്ട കൊട്ടിയാലും ടോർച്ചടിച്ചാലും ശാസ്ത്ര വളർച്ചയുണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശാസ്ത്രവിരുദ്ധമായ അവകാശവാദമാണ് കേന്ദ്ര സർക്കാർ ഉയർത്തിയത്. ശാസ്ത്ര അടിത്തറ കേരളത്തിൽ ഭദ്രമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രമല്ല മതമാണ് രാജ്യപുരോഗതിയെന്ന് പ്രചരിക്കപ്പെടുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശാസ്ത്രരംഗത്ത് രാജ്യത്തിന് മാതൃകയാവാൻ കേരളത്തിന് സാധിച്ചു. കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ശാസ്ത്ര പുരോഗതി ഉണ്ടാക്കലാണ് സർക്കാർ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് മതേതര മൂല്യങ്ങൾ ആക്രമിക്കപ്പെടുന്നു. സമൂഹത്തിൽ വിഭാഗീയത സൃഷ്ടിക്കാനുള്ള ഗൂഢശ്രമങ്ങൾ നടക്കുന്നു. വെറുപ്പിൻ്റെ ആശയങ്ങളും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും പ്രചരിപ്പിച്ച് ജനങ്ങളിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ കേരളത്തിൽ വിജയിക്കാത്തത് നാം പണ്ടേ തന്നെ ശാസ്ത്രബോധത്തിൽ പ്രത്യേക നിഷ്കർഷ വെച്ചതുകൊണ്ടാണ്. പണ്ടേ ഇവിടെ പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നുവെന്നും ഓക്സിജൻ ശ്വസിക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്ന മൃഗമാണ് പശുവെന്നും ഒക്കെ ചിലർ പറയുകയുണ്ടായി. പാട്ടകൊട്ടിയും ടോർച്ചടിച്ചും ശാസ്ത്രബോധമുള്ള സമൂഹത്തെ വളർത്തിയെടുക്കാൻ കഴിയില്ല. തിരുവനന്തപുരം തോന്നയ്ക്കൽ ബയോലൈഫ് സയൻസസ് പാർക്കിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കെ.എൻ. ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. നാസ ശാസ്ത്രജ്ഞ ഡോക്ടർ മധുലിക ഗുഹാത്ത കുർത്ത മുഖ്യാതിഥിയായിരുന്നു. മന്ത്രിമാരായ ആർ ബിന്ദു, വീണ ജോർജ്, വി ശിവൻകുട്ടി, ജി.ആർ. അനിൽ, എ റഹീം എം.പി, മേയർ ആര്യ രാജേന്ദ്രൻ, എം.എൽ.എമാരായ കടകംപള്ളി സുരേന്ദ്രൻ, വി ശശി തുടങ്ങിയവരും പങ്കെടുത്തു. ഫെബ്രുവരി 15 വരെ നടക്കുന്ന പ്രദർശനത്തിൽ 50ഓളം സ്റ്റാളുകളാണുള്ളത്. പ്രദർശനം മുഴുവനായി കണ്ടു തീർക്കാൻ 8 മണിക്കൂറോളം സമയം ആവശ്യമാണ്. സന്ദർശകർക്ക് താമസിച്ച് പ്രദർശനം കാണാനുള്ള പാക്കേജുകളുമുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.